ആരാണ് ഫസ്റ്റ് പിക്കാച്ചോ? അപ്പൊ ഗൈസ് നിങ്ങൾ കേട്ടല്ലോ, ഇപ്പോൾ സിലബസിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ പിന്നെയും ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുസൃതി ചോദ്യം ഞങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആ കുസൃതി ചോദ്യം ഒരാളിപ്പോ ഞാൻ ആദ്യം ചോദിക്കാൻ കരുതിക്കോ, ഇവരോട് എന്താളോട് ചോദിക്കും, ഇവരിൽ ആരാണ് ഉത്തരം പറയുന്നത് അവർക്ക് പോയിന്റ് കിട്ടും. അങ്ങനെ എല്ലാ സാധാരണ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആർക്കാണ് കിട്ടുന്നത് ഓരാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ചിന്റെയും വിന്നറായി വരിക. നിങ്ങൾക്ക് ചലഞ്ച് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ചലഞ്ചിലൂടെ പോയിട്ട് മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റും കൊടുക്കും ചലഞ്ചിന്റെ അവസാനം വിജയിച്ചാക്ക്. അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ആരാണ് ഫസ്റ്റ് എന്താ പറയാ ചോദ്യം ചോദിക്കാന്നുള്ള തീരുമാനിക്കാം. നമ്മള് പീക്കാച്ചു ആണ് കളിക്കാൻ പോണെ. പീക്കാച്ചു കളിക്കാം. ഓക്കെ, 3, 2, 1 start. പീക്കാച്ചു. എന്താ ഹോളി പൊട്ടിച്ചോ? ഓളോ അത്രയ്ക്കായിരുന്നു. ശ്രീകുട്ടിയാണ് ഫസ്റ്റ് ചോദിക്കാൻ. അപ്പൊ ക്വസ്റ്റ്യൻ ഭയങ്കര ടഫാണ്, നമുക്ക് കിട്ടത്തില്ല. ആരും സഞ്ചരിക്കാത്ത ബസ്. ആരും സഞ്ചരിക്കാത്ത ബസ്. ആ ബസ്സിൽ ആരും സഞ്ചരിക്കൂല. ആ ബസ്സിൽ ആരും സഞ്ചരിക്കൂല. അവന്തൊന്നും ഉണ്ടാക്കാൻ കിട്ടിയില്ല. ഞാൻ പറയടാ ആൻസർ. സിലബസ്. എന്തേ ഒരാൾക്ക് 3 ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസസ് ആണുള്ളത്. ഇപ്പൊ സീക്കുട്ടി നമുക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇനി നമുക്ക് 2 ഉത്തരം കിട്ടിയില്ല. ഡോക്ക് ഒരു മാർക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടി ചോദിക്കാണ്ട് കേട്ടോ. ഇനി ഞാൻ 2ാമത്തെ ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ പോണത്. അപ്പൊ ഞാൻ ചോദിക്കാൻ പറ്റും. എന്റെ ക്വസ്റ്റ്യന് ഒരാൾ ആമസോൺ കാട്ടിയിൽ അകപ്പെട്ടു. അയാളടുത്ത് ആകെ ഒരു പെൻസിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് അവിടുന്ന് രക്ഷപ്പെടണം. അയാളെ രാജ്യത്തിന്റെ പേര് ഇടും. അപ്പൊ അയാളെ ആലോചിച്ചോക്കെ ചോരോണ്ട് എഴുതിയാ പോലെ. എന്തിന് ചോരോണ്ട് എഴുതണേ? അയാളൊരു ഇന്ത്യക്കാരനാണ്. ഇനി കിട്ടിയില്ല അറിയരുത്. രാകേഷ് ശർമ്മ ബേസിക് അല്ല പോയത്. ഇയാൾ ആമസോൺ കാട്ടിയിലാണ്. അതൊന്നല്ല, ഒരു പെൻസിലോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നാണ്. അയാൾക്ക് അവിടുന്ന് രക്ഷപ്പെടണം. അയാളെടുത്ത പെൻസിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അയാൾ അതുകൊണ്ട് എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ആൻസർ പറയാം. അയാളെടുത്തൊരു പെൻസിലില്ലേ, അയാളെ പെൻസിലോണ്ട് എയറില് ഇന്ത്യ എന്ന് എഴുതും. അപ്പൊ എയർ ഇന്ത്യ പ്ലെയിൻ വന്നും കണ്ട് അയാളെ രക്ഷിക്കും. ഞാൻ 3ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. അപ്പൊ 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, ഒരാള് ആമസോൺ കാട്ടിൽ അകപ്പെട്ട്, ഇതില് മരുഭൂമിയിൽ അകപ്പെട്ടു. അയാളടുത്ത് ആകെ ഒരു ടോയ് മാത്രാണുള്ളത്. അപ്പൊ അയാൾ എങ്ങനെ രക്ഷപ്പെടും? എന്ത് ടോയ്? ഒരു ടോയിന്റെ പേരൊന്നും പറഞ്ഞില്ല. ടോയിന്റെ പേരൊന്നും ഈ ആൻസർക്ക് ആവശ്യമില്ല. അയാൾ ടോയിൽ അയറടിക്കും. അപ്പൊ അത് എയർ ടോയ് ആവും. അപ്പൊ അയാളെ എയർ ടോയ്ക്കട്ട് പറന്നു പോകും. അവിടെ അയറില്ല എന്നാല്. അപ്പൊ എന്ത് ചെയ്യും? അതൊക്കെ അയാൾ ജീവിച്ചു. അയാളടുത്ത് ഓക്സിജൻ മാസ്ക് ഉണ്ടായിരുന്നു. അതിട്ട് നിൽക്കുകയാണ് അയാള്. അയാൾക്ക് അവിടുന്ന് രക്ഷപ്പെട്ടാ മതി. ഇനി അയാൾ എന്ത് ചെയ്യും? ആ മരുഭൂമി കൂടെ ആ ടോയ് നീ വിചാരിച്ച പോലെ ആന ടോയ് എന്നല്ലത്. അതൊരു സാധാ ടോയ്. അതിന്റെ മുകളിൽ കൂടെ കയറി പോകാനൊന്നും പറ്റൂല. ഞാൻ ആൻസർ പറയും. അയാളടുത്തൊരു ടോയ് ഇല്ലേ, അയാൾ ആ ടോയിൽ ഒരു തോള ഉണ്ടാക്കും. അപ്പൊ ടോയോട്ട ആയില്ലേ, അതില് കയറി പോകും.
ടൊയോട്ട ഒരു കാറാണ്. കളിക്കുള്ള അവാർഡ്. അപ്പൊ ഗൈസ് ശ്രീകുട്ടിന് 3 ചാൻസസ് കഴിഞ്ഞു. ശ്രീകുട്ടി ചോദിച്ചു, ഞങ്ങക്ക് 2 ഉത്തരം കിട്ടിയിട്ടാണ്. ഇവക്ക് തന്നെയാണ് 3 പോയിന്റ് ഉള്ളത്. അപ്പൊ കൊണ്ടുവരിക ഗൈസ്, തീരുമാനിക്കണുള്ളൂ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് ആരാണ് തീരുമാനിക്കാം. ഇനി വാവയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. വാവ ചോദിക്കുന്നതിന് നമുക്ക് ഉത്തരം കിട്ടുമൊക്കെ നോക്കാം. വാവ ക്വസ്റ്റ്യൻ ചോദിക്കും. വാവേ ചോദിക്കും. അപ്പൊ ഗൈസ് എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ഭയങ്കര ബിൽഡപ്പാണ്. ഞാൻ പറയാം. ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ എന്ത് സംഭവിക്കും? കായടയും. ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയിരിക്കുന്നു. അപ്പൊ ഗൈസ് ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചേച്ചി കിട്ടി. കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നതാര്? വേഗം കിട്ടൂത്. ഉള്ളി അരിയുമ്പോ നമ്മള് കരഞ്ഞോണ്ട് പണിക്കോ? വാഷിംഗ് മെഷീന്, ചിരവ, ഷവറ്, മൂർക്കമ്പാമ്പ്. അത് പണിയെടുക്കണ്ട. ചോദിക്കേ ക്ലൂ ഇല്ല. അറിയില്ല കൈ. മെഴുകുതിരി. മെഴുകുതിരിയാണ് ഉത്തരം. ഞങ്ങളെ കൊണ്ടിരുന്നീര് എവിടെ അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കേ. അപ്പൊ ഗൈസ് എന്നെ ലാസ്റ്റത്തെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇവർക്ക് കിട്ടോ ഇല്ല എനിക്കറിയില്ല. അപ്പൊ ഗൈസ് നമുക്ക് ചോദിക്കാം. മധുരമുള്ള കറി ഏതാണ്? ഇഞ്ചിക്കറി. മധുരക്കിഴങ്ങ് കറി, മാങ്ങാ കറി, മാങ്ങാ പുളിശ്ശേരി, മാങ്ങാ ചാറ്. ചിരിക്കാൻ വരുമ്പോ പിന്നെ ചിരിക്കാൻ വരുമ്പോ പിന്നെ കറി മധുരമുണ്ടോ? പഞ്ചസാര വെള്ളം, ചരങ്ങാക്കറി. വേണ്ട, ഏതാണ്? ഞാൻ ആൻസർ പറയാൻ പോകുകയാണ്. 3ാമത്തെ എന്റെ ബേക്കറി. ഇത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഞാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. മാർക്ക് ഞാൻ പറഞ്ഞുതരാം. നീ കുടിക്ക് 3 മാർക്ക്, ഭാവിക്ക് 2 മാർക്ക്, എനിക്ക് 1 മാർക്ക്. നമുക്ക് ഇന്റെ ക്വസ്റ്റ്യനിലേക്ക് ഞാനാണ് ചോദിക്കാൻ. എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിക്കാം. ഒരാള് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാണ്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാണ്. അയാൾ നടന്ന് ക്ഷീണിതനായി. അപ്പൊ അയാൾക്ക് വിശ്രമിക്കണം. അയാളെ കയ്യിലുള്ളത് ആകെ ഒരു തേങ്ങയാണ്. അതേപോലെ അയാൾക്ക് കുറച്ച് പൈസയും കിട്ടണം. അയാൾ എന്ത് ചെയ്യും? ആ തേങ്ങ നിന്നാ അങ്ങനെയാണ് വിശ്രമിക്കുക. അതൊന്നും പറ്റൂല. തേങ്ങ തിന്നേ വിശ്രമിക്കാണ്ട് വിശക്കല്ല. അയാളെ തേങ്ങനെ പകുതി വെക്കും. എന്നിട്ട് തലോണം പോലെ പകുതി തേങ്ങനെ ഓള് കിടക്കും. മറ്റേ തേങ്ങ ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു. ഉത്തരം കിട്ടിയില്ലല്ലോ. ഞാൻ പറയട്ടെ, ആലോചിക്കട്ടെ. അവളൊക്കെ ആലോചിക്കട്ടെ. ഞാൻ പറഞ്ഞുതരാം. ആ തേങ്ങയുടെ തേങ്ങപ്പുറം തിന്നിട്ട് ബാക്കി സാധനം കൊണ്ട് ചട്ട ഉണ്ടാക്കുക. എന്നിട്ട് ചട്ടേനെ മോളി പൈസ തട്ടുക. പൈസ ചട്ട വിറ്റാൽ അതോട് പിന്നെ ചട്ട കൊണ്ട് വിൽക്കുക. ഭയങ്കര ബുദ്ധിയാണ്. പക്ഷെ അതല്ല ഉത്തരം. ഞാൻ പറയുന്ന ഉത്തരം ആയില്ല. ആയാലേ മതി.
അപ്പൊ ഗൈസ് ഉത്തരം എന്താ വെച്ചാൽ അയാൾ ആ തേങ്ങ പകുതിയാക്കും. അപ്പൊ 2 മുറി ഉണ്ടാവും. അതിൽ ഒരു മുറിയിൽ അയാൾ കടക്കും, മറ്റേ മുറി അയാൾ വാടകയ്ക്ക് കൊടുത്ത് പൈസ ഉണ്ടാക്കും. ആൾക്കറിയാന്ന് പറഞ്ഞിട്ട് ഉത്തരം പറയാനോ. അപ്പൊ ഗൈസ് ഉത്തരം കിട്ടിയില്ല. അവിക്ക് പിന്നൊരു പോയിട്ടേക്ക് ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഒരാള് ഒരു മുറിക്കകത്ത് അകപ്പെട്ടു. ഡോറ് പുറത്തുനിന്ന് പൂട്ടിക്കാണ്. അയാൾക്കാണെങ്കിൽ എന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടണം, ഒരു അത്യാവശ്യ കാര്യം ചെയ്യാണ്ട്. അതൊന്നും ഇവിടെ ചോദിക്കില്ല, അതൊന്നും ഇവിടെ ആവശ്യമില്ല. റൂമിന്റെ ഉള്ളിൽ ഒരു ആയുധങ്ങളോ പൊട്ടിക്കാനോ തകർക്കാനോ ഉള്ള ഒരു ആയുധങ്ങളോ ഒന്നുമില്ല. സംഭവം ജനാലും ഇല്ലാത്തൊരു ചാവൂല. മറ്റേ മേലെ ഇങ്ങനെ ഒരു കുഞ്ഞി ഹോള് മാത്രമാണ് ഇത്, അതേപോലത്തെ. അതിന്റെ ഉള്ളിൽ കൂടെ രക്ഷപ്പെടാൻ കഴിയില്ല. പൊളിക്കാൻ കഴിയില്ല. ആ ഡോർ ഇരുമ്പോൾ ഉണ്ടാക്കിയത്. ഡോറ് ഭയങ്കര ശക്തിയുള്ള ഡോർ. എന്തായാലും അയാൾക്ക് അത്ര എനർജി ഒന്നും ഇല്ല. സംഭവം അയാൾ ഭയങ്കര കുറച്ച് കളവനാ. കളവന് പറഞ്ഞ ഒരു മിഡിൽ ഏജ് ഇടും. കുളൊന്നും ഇല്ല. അപ്പൊ ഗൈസ് ഉത്തരം എന്താന്ന് വെച്ചാല് ഇയാളെന്ത് ചെയ്യും, ഡോറിനെ കളിയാക്കും. അപ്പൊ ഡോറ് പൊളിയും. ആ പൊളിഞ്ഞ മതിലൂടെ ആള് പുറത്ത് കിടക്കും. എടി ഇഞ്ച് പൊളിയൂല. എന്നെ ഒരാൾ കളിയാക്കും, മറ്റേ ഇഞ്ച് പൊളിയൂലേ, അതേപോലെ ഡോറിന് പൊളിയോ. ആ ഡോറിന് ഹൃദയമൊക്കെ ഉണ്ട്. അതൊക്കെ കാണായിട്ടാണ്. കുസൃതി ചോദ്യാണ്. നോ ദേ ക്വസ്റ്റ്യൻസ്, നോ മോർ ക്വസ്റ്റ്യൻസ്, നോ മോർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ലോജിക്കിലൂടെ ചിന്തിക്കണം. എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയം ഉണ്ട്. അപ്പൊ ഡോറിന്റെ കളിയാക്കുമ്പോൾ ഡോറിന്റെ ഹൃദയം അവിടെ പൊളിഞ്ഞു വീഴാണ്ട് ആ പൊളിഞ്ഞ ഡോറിനുണ്ടാക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്റെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്ന് വെച്ചാല് പുസ്തകം പരീക്ഷ എന്ന സമയത്ത് അപ്പൊ ശശി എന്ത് ചെയ്തു, പുസ്തകം തുറന്നിട്ട് പുറത്തേക്ക് നോക്കി നിന്നു. കാരണം എന്ത്? പുറത്ത് നല്ല അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ അപ്പൊ പഠിക്കാനുള്ള പുസ്തകത്തിന്റെ ഉള്ളിലല്ലേ. അപ്പൊ വായുക്കെ ആസ്വദിച്ചു. ശശി ആയോണ്ടാ? ശശി ആയോണ്ടോന്ന് ഓർമ്മയില്ലേ പഠിക്കാനുള്ളത്? അല്ല, അന്ന് ശശി വേണ്ട, മനോജ് ആയിരുന്നു. അതൊന്നല്ല ഉത്തരം. ഞാൻ ഒഴിച്ചാ ഞങ്ങൾക്ക് ഇതും അറിയില്ല. അപ്പൊ ഗൈസ് ഉത്തരം എന്താന്ന് വെച്ചാൽ ശശിനോട് ടീച്ചർ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻസ് പുറത്തുനിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ശശി പുറത്ത് നോക്കിയിരുന്നത്. എന്ത് കാര്യം അറിയില്ല, ലോജിക്ക് വെച്ചതൊക്കെ കണ്ടിട്ട്. നക്ഷത്ര ദൈവമാർഗ ഇതിന്റെ കഥ പിന്നെ പറയാം. അപ്പൊ നമുക്ക് റൗണ്ട് വെച്ചാലോ. ഇപ്പൊ പോയിന്റ് നീ എന്താ വെച്ചാ ഏറ്റവും കുറഞ്ഞ പോയിന്റ് കൊണ്ട് ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റ് നമ്മുടെ അനിയത്തി വാവക്കിട്ടെ 2 പോയിന്റ്. രണ്ടാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ അനിയത്തിയും വീട്ടിലെ സുന്ദരി എന്ന് പറയാത്ത സുഖമായി നമ്മളെ വിന്നറായിട്ടുള്ള നമ്മുടെ വീട്ടിലെ ഏറ്റവും ചളി അടിക്കുന്ന നക്ഷത്ര ദൈവം ശ്രീ ശ്രീ നക്ഷത്ര ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. നക്ഷത്ര ദൈവത്തിലെ വിന്നറായ നക്ഷത്ര ദൈവത്തിലെ എന്റെ വക സമ്മാനദാന ചടങ്ങാണ്. ഞാൻ ഈ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് തന്നെ ഞാനാണ് വിന്നർ. അതുകൊണ്ട് എനിക്കിപ്പോ സമ്മാനം കിട്ടാൻ പറഞ്ഞു. സമ്മാനം എന്താ 3 പാക്കറ്റുള്ള ലോട്ടി ചോക്കാപ്പൈ ആണ്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ചേച്ചിക്ക് സമ്മാനം കൊടുക്കാം. 2 അവിടെ 3 വെക്കടി. ആംഗിൾ എന്തെങ്കിലും. അപ്പൊ ഗൈസ് ഇതാണ് എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഈ മത്സരത്തിൽ ഞാൻ ജയിച്ചായിരുന്നു. ഇന്നലെ ഒരാൾ ഒരു മത്സരത്തിൽ ജയിച്ചതിന്റെ കുറച്ച് ജാടകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. 2 മത്സരത്തിൽ ജയിച്ച ഒരാളുടെ ജാട ഇപ്പോഴാണ് ഉയർന്നു വരുന്നത്. അപ്പൊ ഗൈസ് നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ പോയി നമ്മുടെ ചാനലിൽ പോയി കാണുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം പറയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.